പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ കർഷക ദ്രോഹ നയങ്ങളും രാസവള വില വർധനവും നിയന്ത്രണങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. കേരള കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും കർഷക സംഘം ജില്ലാ നിർവാഹക സമിതി അംഗം TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TS സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PR ബാലൻ, M നിഷാദ്, KM സജീവൻ, ചന്ദ്രിക സുധാകരൻ, KK ഷൈജു, M അനിൽകുമാർ, PV രാജേഷ്, MA അനിലൻ എന്നിവർ പ്രസംഗിച്ചു. ട്രഷറർ KJ ജോൺസൺ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KV ജിനരാജദാസൻ നന്ദിയും പറഞ്ഞു. രാസവളത്തിൻ വില കൂട്ടിയ കർഷകരോടുള്ള അവഗണനയ്ക്ക് അല്ലെങ്കിൽ രാസവള വില വർധനയ്ക്ക് കാരണമായിട്ടുള്ള സബ്സിഡി നിർത്തലാക്കിയത് കൊണ്ടാണ് അന്നു മുതൽ വിലകൾ ക്രമാതീതമായി വളർന്നു തുടങ്ങിയത്. രാസവളത്തിന് കേന്ദ്ര ഗവൺമെന്റ് അതുവരെ എല്ലാ ഗവൺമെന്റുകളും സബ്സിഡി വലിയ തോതിൽ നിശ്ചയിക്കാറുണ്ടായിരുന്നു ബഡ്ജറ്റിൽ. 2023-24 ബഡ്ജറ്റിൽ രാസവളത്തിന് സബ്സിഡി നൽകുന്നതിന് വേണ്ടി 63,000 കോടി രൂപയുണ്ടായിരുന്നത് 2024-25 അത് 59,000 കോടി രൂപയായി കുറച്ചു. അത് 2025-26 ബഡ്ജറ്റിൽ അത് 42,000 കോടി രൂപയായി കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ വിലവർദ്ധനവ് കർഷകൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ആകമാനം പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയസമീപനത്തിന്റെ ഫലമായി വരാൻ പോവുകയാണ്. ഒരു പട്ടിണി രാജ്യത്തിൽ 116ാമത് രാജ്യമായിട്ടുള്ള ഇന്ത്യ രാജ്യം അത് ഏറ്റവും അവസാനത്തെ രാജ്യമായി, സോമാലിയയെ പോലെ അവസാനത്തെ പട്ടിണി രാജ്യമായി മാറാൻ പോകുന്ന അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നന്ദി രേഖപ്പെടുത്തി. വേളൂക്കര, ആളൂർ പഞ്ചായത്തുകളിൽ കോമ്പാറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നന്ദി പ്രകടന പര്യടനം ആളൂർ സെന്ററിൽ സമാപിച്ചു. പര്യടനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. NK ജോസഫ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത്, ഷാറ്റോ കുര്യൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ശശികുമാർ എടപ്പുഴ, ബാബു തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ജോണി കാച്ചപ്പള്ളി, KV രാജു, റോയ് കളത്തിങ്കൽ, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ സെക്രട്ടറിമാരായ സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ എന്നിവർ പങ്കെടുത്തു. ഭൂരിപക്ഷത്തിൽ തോമസ് ഉണ്ണിയാടന് വമ്പൻ വിജയം. ജനാധിപത്യ വിശ്വാസികളോട് നിങ്ങൾ തെരഞ്ഞെടുത്ത MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ അക്ഷീണമായ പ്രവർത്തനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും ഈ മേഖലയിൽ നടത്തിയത് ഞാൻ ഓർക്കുകയാണ്. അവട്ടത്തൂർ പ്രദേശത്ത് എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവര് കഠിനാധ്വാനം ചെയ്യുകയുണ്ടായി. ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ സമയത്താണ് ആ കഠിനമായ ചൂടൊക്കെ സഹിച്ചുകൊണ്ട് സ്ക്വാഡ് പ്രവർത്തനങ്ങളുമായി ഒക്കെ മുന്നോട്ട് പോയത്. പോസ്റ്ററുകൾ ഒട്ടിച്ചും ബാനറുകൾ കെട്ടിയും ബോർഡുകൾ സ്ഥാപിച്ചും കുടുംബസംഗമങ്ങൾ നടത്തിയും
സമ്മേളനങ്ങൾ നടത്തിയും പ്രകടനങ്ങൾ നടത്തിയും അങ്ങനെ എത്രയോ പ്രവർത്തനങ്ങൾ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ ഉഷാറായി നിന്നത്. നിങ്ങളുടെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് MLA ആയി നിങ്ങളുടെയൊക്കെ മുന്നിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനപൂർവ്വം ഈ നിയോജനത്തിൽ നിൽക്കാൻ കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളോടൊക്കെയുള്ള കടപ്പാട് എന്നും എൻ്റെ മനസ്സിൽ കാത്തുസൂക്ഷിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂത്തുപറമ്പ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസ്സിന് പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ നേതൃത്വം നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് സതീഷ് പുളിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, മുനിസിപ്പൽ കൗൺസിലർമാരായ ബാബു പാലക്കൽ, ശ്രീലക്ഷ്മി മനോജ്, കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി എന്നിവർ ആശംസകൾ നേർന്നു. VR സുകുമാരൻ സ്വാഗതവും അസോസിയേഷൻ സെക്രട്ടറി KK നന്ദനൻ നന്ദിയും പറഞ്ഞു. പലപ്പോഴും തോന്നിക്കണ്ടായത് ക്യാൻസർ വളരെ അപൂർവമായ രോഗമാണെന്ന് വിശ്വസിക്കുന്ന സമയമുണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ അവിടേക്ക് 1-2 പേര് അസുഖം ബാധിച്ചു എന്ന് പറയുന്ന കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വലിയൊരു മാറ്റം നടന്നിട്ടുണ്ട്. ആ മാറ്റം എന്ന് വെച്ചാൽ തീർച്ചയായും ക്യാൻസർ കൂടി വരികയാണ്. അതിനേക്കാൾ നമുക്ക് പ്രയാസം തോന്നുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ അപൂർവങ്ങളായിട്ട് കണ്ടിരുന്ന പല ക്യാൻസറുകളും ഇന്ന് കണ്ടമാനം കൂടി വരികയാണ്. അത് മാത്രമല്ല പ്രായം. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത്, ഞങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ സമയത്ത് പഠിച്ചിരുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്തനാർബുദത്തിൻ്റെ സാധ്യതകൾ 50 വയസ്സിന് മുകളിലേക്കുള്ളവർക്കിൽ വരുന്ന അസുഖം എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് 20-25 വയസ്സിൽ ധാരാളം പെൺകുട്ടികൾ ഈ ക്യാൻസറുമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. പണ്ട് വൻകുടലിലെ ക്യാൻസറുകളൊക്കെ ഞങ്ങൾ അപൂർവങ്ങളായിരുന്നു. അതൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന നമ്മളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്യാൻസർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാറ്. ഇന്ന് അത് കേരളത്തിൽ കൂടി വരികയാണ്. കരളിലെ ക്യാൻസറുകൾ കൂടി വരികയാണ്. പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടി വരികയാണ്. തൈറോയ്ഡ് ക്യാൻസറുകൾ കൂടി വരികയാണ്. ഇതിനൊക്കെ വ്യത്യാസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വരുന്ന പ്രായമാണെങ്കിൽ കുറഞ്ഞു വരികയാണ്. അവിടെയാണ് നമ്മളൊരു വലിയ ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ, എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത്. അതുകൊണ്ട് ചികിത്സയെക്കുറിച്ചല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിനു മുമ്പുള്ള 1-2 പ്രധാനപ്പെട്ട പടികളാണ് അറിഞ്ഞിരിക്കേണ്ടത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പരിധിയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപഭോഗവും തടയുന്നതിനായി ശക്തമായ നടപടികളുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം ലഹരി സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്പെഷ്യൽ സ്ക്വാഡായ ഡാൻസാഫും തൃശൂർ റൂറൽ പോലീസും സംയുക്തമായി ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി 70ഓളം കേന്ദ്രങ്ങളിലാണ് റെയ്ഡുകൾ നടത്തിയത്. ലഹരിവേട്ടയിൽ വിവിധ സ്റ്റേഷനുകളിലായി 41 കേസുകൾ രജിസ്റ്റർ ചെയ്ത് 43 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 9 പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പരിശോധനയിൽ മാരക രാസലഹരിയായ MDMA, കഞ്ചാവ്, LSD, വിപണിയിൽ നിരോധിച്ച വിവിധയിനം പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വൻതോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 5 കേസുകളും, രാസലഹരി വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് 3 കേസുകളും, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് 5 കേസുകളും, മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട 28 കേസുകളുമാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ലഹരി വിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തത്. വല്ലക്കുന്ന് സെന്റ് അൽഫോൻസ ദേവാലയത്തിലെ സെമിത്തേരിയുടെ വെഞ്ചിരിപ്പ് കർമ്മം രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. വികാരി ഫാദർ സിൻഡോ ആലപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് KJ ജോൺസൺ സ്വാഗതവും കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനർ ബാബു പള്ളിപ്പാട്ട് നന്ദിയും പറഞ്ഞു.
അധ്യായം 5 മുതൽ 15 വരെ വാക്യങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരം വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്. പരിശ്രമങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് ഈ വല്ലക്കുന്ന സ്വാമിയുടെ പേരിലുള്ള ഇടവക ദേവാലയത്തെ ഒന്നിച്ചു കൂടി നാം വിശുദ്ധ ബലി അർപ്പിച്ച് ഈ സിമിത്തേരി വെച്ചിരിക്കുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഇത് നമ്മെ പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈശോയുടെ ഒപ്പം ഒന്നിച്ചു നിന്നാൽ നാം ഒക്കെ ശക്തരാകും. ഈശോയുടെ ഒപ്പം ഒന്നിച്ചു നിന്ന് നമ്മുടെ പരിശ്രമങ്ങൾ കാഴ്ചവെച്ചാൽ അത് വിജയിക്കും. അതുകൊണ്ടാണ് ക്രിസ്തീയയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവിന്റെ ശക്തമായിട്ടുള്ള കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുക, അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതാണ് നാം ഇന്ന് കാണുക. വല്ലക്കുന്ന ഇടവക യാഥാർത്ഥ്യമാകുവാൻ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പരിശ്രമം ഉണ്ടായത്. നമ്മുടെ സ്വപ്നങ്ങൾ ഒരു സുപ്രഭാതത്തില് യാഥാർത്ഥ്യമായി. അങ്ങനെ വല്ലക്കുന്ന ഇടവക യാഥാർത്ഥ്യമായി. നാളുകൾ കഴിഞ്ഞ് ഇന്നിതാ ഈ ഇടവക ആഗ്രഹിച്ചിരുന്ന സിമിത്തേരി എന്ന യാഥാർത്ഥ്യമാകുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.